JL ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിയാണേ. ഇന്ന് എനിക്കൊരു മീഡിയം സൈസ് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചക്ക വരട്ടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചക്ക വരട്ടി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ദൂരത്താണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചക്ക കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ചക്ക സീസൺ കഴിഞ്ഞിട്ടാണ് അവർ വരുന്നെങ്കിലും കൂടി ചക്ക പായസമോ ചക്ക പ്രഥമൻ ചക്ക അടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ചക്ക വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചക്ക വരട്ടി തുടങ്ങാം. ഇവിടെ ചക്ക അരിഞ്ഞു വെച്ചതുണ്ട്, നെയ്യുണ്ട്, അതേപോലെ വെല്ലം അല്ലെങ്കിൽ ശർക്കര ഉരുക്കി വെച്ചതുണ്ട്. ചക്ക അരിഞ്ഞത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അടുപ്പ് ഉപയോഗിക്കുന്നത് വളരെ ധൃതി പിടിച്ച സമയത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് ജോലി തിരക്കൊക്കെ ഉള്ള ഈ സമയത്ത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇത്തരം നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കുന്നത് അത് അല്ലെങ്കിൽ ഉരുളിയിൽ വെച്ച് അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നായി കിട്ടും കേട്ടോ. നമ്മുടെ ഗ്യാസിനേക്കാളും ചൂടാണ് നമ്മൾ ചിരട്ടയും ചക്കിരിയൊക്കെ വെച്ച് അടുപ്പ് കത്തിക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്നാവും ചെയ്യും. അതിൻ്റെ സ്വാദിനും മാറ്റമുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചക്ക നന്നായി വരണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴേ നല്ല മണം വന്നു തുടങ്ങി. നമ്മുടെ ചക്ക പ്രഥമൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഇപ്പോഴേ വന്നു തുടങ്ങി. ഞാൻ വിചാരിക്കുന്ന പരുവം ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും മാറി നിൽക്കണം. വരച്ചാൽ ഇങ്ങനെ മാറി നിൽക്കണം. ആ പരുവം വരെ ഇത് വറ്റിച്ചെടുക്കണം. ഇവിടെ നിങ്ങളൊരു സൂത്രം കണ്ടോ? ഒരു ഫാൻ നേരെ അടുപ്പിൻ്റെ അടുത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ഊതി കഷ്ടപ്പെടണ്ട. അതുപോലെ നമുക്കും കുറച്ച് കാറ്റൊക്കെ കിട്ടും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ഈ നമ്മൾ പഴനിമലയിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ലേ പഞ്ചാമൃതം, അതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ലും വരുന്നുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല സ്വാദുണ്ടാവും കേട്ടോ. ഇനി ഒന്നുകൂടി നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേ ഇത് ഇങ്ങനെ അരിഞ്ഞ് പഴുത്ത ചക്കച്ചുള അരിഞ്ഞ് വരട്ടുന്നതാണ് കേട്ടോ നല്ലത്. മറ്റത് മിക്സിയിലടിച്ച് വഴറ്റുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ച് അടുക്കളയൊക്കെ നാശമാവും കേട്ടോ. കാരണം ഇതിങ്ങനെ അടുപ്പിൻ്റെ ചുറ്റുമായിട്ടും ഒക്കെ തെറിച്ച് നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കും. ഇതിപ്പം ഒരു പ്രശ്നമില്ല, നമുക്ക് ഇളക്കാനോ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു തുള്ളി പോലും പുറത്ത് തെറിച്ച് പോയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ഇതായിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാണ് നല്ലത് കേട്ടോ. ഈ ചക്കച്ചോള അരിയണം. മിക്സിയിൽ അടിച്ച് ചെയ്യുമ്പോഴാണ് അങ്ങനെ പൊട്ടൽ വരുന്നത്, പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് ഉരുളിയിൽ നിന്ന് നന്നായിട്ട് വിട്ടു പോരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരുവായി. ഇത് നമുക്കിനി തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, അത് ഇനി ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതാണ്.
ചക്ക നമുക്ക് ചക്ക സീസണിൽ ഒരുപാട് ചക്ക കിട്ടുമ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദൂരമുള്ളവർക്ക് വരുമ്പോഴും അതുപോലെ നമുക്കും ഒക്കെ ചക്ക ഇല്ലാത്ത സമയത്തും ചക്ക വിഭവങ്ങളൊക്കെ കഴിക്കാം. ചിലപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള വീട്ടിൽ കുറേ ചക്ക ഉണ്ടെങ്കിൽ കഴിച്ചു തീരില്ലല്ലോ. അപ്പം അത് നാശാക്കി കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം നമ്മുടെ ചക്ക ഉരുട്ടി ഇവിടെ റെഡി ആയിട്ടോ. ഇതിനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്കോ ഭരണികളിലേക്കോ മാറ്റാവുന്നതാണ്. എന്നിട്ട് പുറത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ സൂക്ഷിക്കാവുന്നതാണ്.